ഇപ്പോഴത്തെ കുട്ടികളുടെ ഒരു പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് മലയാളം നേരെ ചൊവ്വേ സംസാരിക്കാൻ അറിയത്തില്ല എന്നുള്ളതാണ്. ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ജനിച്ച ഉടനെ തന്നെ മൊബൈൽ കൈ കിട്ടിയ പിള്ളേരാണ്. സോ എനിക്ക് തോന്നുന്നു നമ്മളെക്കാട്ടിലൊക്കെ അറിവ് ഇവർക്കുണ്ട്, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതിനേക്കാൾ മുന്നേ കുറേ കാര്യങ്ങൾ ഇവർക്ക് തന്നെ അറിയാം, ഇവർ തന്നെ തപ്പി കണ്ടുപിടിക്കുന്നുണ്ട്. അപ്പം പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ കൂടുതലും ഒരു ഇംഗ്ലീഷ് ചായമാണ്, അല്ലെങ്കിൽ ഒരു അമേരിക്കൻ സ്റ്റൈലാണ് ഇവർക്ക് സംസാരിക്കുമ്പോഴാണെങ്കിലും. അവർ കൂടുതലും അവരുടെ ഫ്രണ്ട്സുമായിട്ട് സംസാരിക്കുമ്പോഴാണെങ്കിലും കൂടുതൽ ഇംഗ്ലീഷിലാണ് സംസാരിക്കുന്നത്. എനിക്കറിയത്തില്ല എത്രത്തോളം ഇത് കറക്റ്റാണ്. ഞാൻ എൻ്റെ പിള്ളേരെയും എൻ്റെ സുഹൃത്തുക്കളുടെ പിള്ളേരെയും നോക്കുമ്പോൾ ഒരു ഒരു പ്രായം കഴിഞ്ഞിട്ടുള്ള എല്ലാ പിള്ളേരും അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇംഗ്ലീഷിൽ തന്നെ സംസാരിക്കുന്നത്. കുഞ്ഞിലെ തൊട്ടേ ഇംഗ്ലീഷിലാണ് സംസാരിക്കുന്നത്. അല്ലെങ്കിൽ അത്രയ്ക്ക് ഈ ഫോണും ഇതൊന്നും കിട്ടാത്ത പിള്ളേർ മാത്രമേ ഉള്ളൂ കുറച്ച് പുറകോട്ട്. അപ്പൊ അവരുടെ സംസാരത്തിൽ അവരുടെ കോമൺ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് പോലും ഗെയിംസ്, അതുപോലെ BTS, ബ്ലാക്ക് പിങ്ക്, അങ്ങനെയുള്ള കുറെ കൊറിയൻ പിന്നെ അങ്ങനെയുള്ള കുറെ പാട്ടുകൾ, അല്ലെങ്കിൽ അവിടുത്തെ വെബ് സീരീസുകൾ എല്ലാം നമുക്ക് നെറ്റ്ഫ്ലിക്സിലൊക്കെ അവൈലബിൾ ആണല്ലോ. അപ്പം ഇവരുടെ ഏജിന് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള സാധനം പോലും ആയിരിക്കത്തില്ല ഇവർ പറയുന്നത്. പക്ഷെ അവര് അങ്ങനെ സംസാരിക്കുന്നതും അല്ലെങ്കിൽ അതുപോലത്തെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് കൊണ്ട് തന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മലയാളം ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അപ്പൊ വളരെ ബേസിക് ആയിട്ടുള്ള മലയാളം പോലും ഇവർക്ക് പറയാൻ ബുദ്ധിമുട്ടാണ്. ഞാനത് ഭയങ്കര അഭിമാനത്തോടെ പറയുമെന്നല്ല, ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരിങ്ങനെ പോയാൽ കുഴപ്പമില്ല, ഇവരുടെ എല്ലാ ഫ്രണ്ട്സും ഇതേപോലെ ഇംഗ്ലീഷ് സംസാരിക്കുന്നതും അല്ലെങ്കിൽ ഇതേപോലെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ ഒരു ക്ലാസ്സിൽ ചെന്ന് കഴിയുമ്പോൾ ഏതാണ്ട് ഒരു പകുതിയിൽ കൂടുതൽ ആൾക്കാരും ഇത്രയും ചിലപ്പോൾ അവരുടെ വീട്ടിൽ നിന്ന് സമ്മതിക്കാഞ്ഞിട്ടോ ഇത്രയും അപ്ഡേറ്റഡ് ആയിരിക്കത്തില്ല. ഇപ്പൊ നമ്മുടെ ഇവിടെ പിള്ളേര് അങ്ങനെ TV കാണാറില്ല, TV സീരിയല് അതുപോലുള്ള സംഭവങ്ങളൊന്നും കാണാറില്ല, മലയാളം സിനിമ അവർ കാണാറില്ല. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നോർമലി നമ്മളൊക്കെ സംസാരിക്കുമ്പം മലയാളം സിനിമ റെഫറൻസ് നമ്മൾ പറയുമല്ലോ. ഒരുവിധപ്പെട്ട എല്ലാവരും നമ്മുടെ ജനറേഷനിലുള്ള ആൾക്കാരൊക്കെ സംസാരിക്കുമ്പോൾ മലയാളം സിനിമയുടെ റെഫറൻസ് നമ്മൾ ഇടയ്ക്കെങ്കിലും ഇടും അല്ലെ. അപ്പൊ അതിടുന്ന പിള്ളേരുണ്ട് ഇപ്പോഴും ഈ ജനറേഷനിലും, അതുപോലത്തെ കാര്യങ്ങൾ സംസാരിക്കുന്ന പിള്ളേരുണ്ട്. ഇവര് സിങ്ക് ആവില്ല. എൻ്റെ 2 മക്കൾക്ക് ഉണ്ടായിരുന്ന ഒരു പ്രശ്നമാണ്, ഇവർ സിങ്ക് ആവില്ല. അവർക്ക് മലയാളം പാട്ടറിയത്തില്ല, മലയാളം നടന്മാരെ അറിയത്തില്ല, അല്ലെങ്കിൽ മലയാളത്തിൽ ഒറ്റ മനുഷ്യരെ അറിയത്തില്ല. ഇപ്പോഴും എല്ലാം അറിയാമെന്നല്ല, ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം എൻ്റെ ഒരു മൂത്തയാള് ഒരു 6ാം ക്ലാസ് ഒക്കെ എത്തിക്കഴിഞ്ഞപ്പോൾ കംപ്ലീറ്റ് ഇവളുടെ ക്ലാസ്സിൽ ഏതാണ്ട് ഒരു പകുതി കൂടുതൽ ആൾക്കാർക്കും ഈ മലയാളം മൂവി റെഫറൻസ് ഒക്കെ പറയുമ്പോൾ ഇവളിങ്ങനെ വായും വിളിച്ചിരിക്കും, എന്താ സംഭവം മനസ്സിലാവുന്നില്ല. എന്നാൽ ഇവളായിട്ട് അപ്ഡേറ്റ് ചെയ്യും. അപ്പൊ ഞാൻ പറയും, മോളെ നമുക്ക് ഇങ്ങനെ 1-2 ക്ലാസിക് സിനിമാസ് ഒക്കെ നമുക്ക് കണ്ടു തുടങ്ങാന്ന് പറയുമ്പോൾ അവർക്ക് താല്പര്യമേ ഇല്ലായിരുന്നു. പിന്നെ ഒരു 8ാം ക്ലാസ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവർക്ക് തോന്നി, ഓക്കെ ശരിയാവത്തില്ല, ഞാനിതിൽ പുറകോട്ട് പോവാം, അല്ലെങ്കിൽ നമ്മളൊരു പാശ്ചാത്യ സൈഡിലോട്ട് പോകുമ്പോൾ ഇങ്ങനെ കുറെ ആൾക്കാരുമായിട്ട് നമ്മൾ പുറത്തോട്ട് പോകാമെന്ന് മനസ്സിലാക്കിയിട്ട് ഇവള് തന്നെ ഇനിഷ്യേറ്റീവ് എടുത്ത് ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കാൻ തുടങ്ങി. അതുപോലെ ഈ പിള്ളേരൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ലോക്കൽ ലാംഗ്വേജ് എന്നുള്ളതല്ല, നമ്മുടെ മലയാളം തന്നെ ഇവർക്കത് ഭയങ്കര ലോക്കലാണ്. അപ്പൊ ഇവള് വന്നിട്ട് ചോദിക്കും, ഈ കൊച്ചെന്നെ ഇങ്ങനെ വിളിച്ചു, എന്താ അതിന്റെ അർത്ഥം? അപ്പൊ നമ്മൾ അതിന്റെ അർത്ഥം പറഞ്ഞു കൊടുക്കുന്നു. അത് കഴിയുമ്പോഴാണ് പയ്യെ ഓക്കെ ഇത് നമ്മൾ പഠിച്ചില്ലെങ്കിൽ നമ്മൾ ഇതിനകത്ത് നിൽക്കാൻ പറ്റത്തില്ല എന്ന് ഇവർക്ക് മനസ്സിലാവുന്നത്. അങ്ങനെ ഇവൾ 8ാം ക്ലാസ് തൊട്ടിരുന്ന് ഒരുവിധപ്പെട്ട എല്ലാ ക്ലാസിക് മലയാളം മൂവീസും ഇരുന്ന് കാണാൻ തുടങ്ങി. എനിക്കൊന്ന് 10ാം ക്ലാസ് പരീക്ഷയുടെ സമയത്തൊക്കെ ഇവൾ ഇതായിരുന്നു പരിപാടി. അപ്പൊ ഇപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 കേസിലും അത്യാവശ്യം അപ്ഡേറ്റഡ് ആണ്. എങ്കിൽ പോലും സ്റ്റിൽ അവള് ബിഹൈൻഡ് ആണ്. അപ്പം ഇളയാളും ഇപ്പം വരുന്നത് ഏതാണ്ട് അതേപോലത്തെ അവസ്ഥയിൽ. അവർക്ക് വളരെ ബേസിക് ആയിട്ടുള്ള വീട്ടിലെ ഇപ്പം ചോറ് താ എന്ന് അല്ലെങ്കിൽ കഴിക്കാൻ താ എന്ന് പറയുന്നതിൽ പോലും അവർ പ്രോപ്പർ ആയിട്ടുള്ള ഒരു മലയാളം ആ ഒരു സെന്റൻസ് മേക്കിംഗ് കറക്റ്റ് അല്ല അവളുടെ. അവള് 4ലാണ് പഠിക്കുന്നത്. അപ്പൊ അവർക്ക് ഇപ്പൊ ഉള്ള കുട്ടികളെ നോക്കി അറിയാം, അവർക്ക് മലയാളം ഭയങ്കര ബുദ്ധിമുട്ടാണ്, എഴുതാനും വായിക്കാനും ബുദ്ധിമുട്ടാണ്. അവരുടെ മലയാള പാഠാവലി എന്ന് പറയുന്ന ബുക്ക് അവർക്ക് കണ്ണെടുത്താൽ കണ്ടുകൂടാ. അപ്പൊ ഇത് ഭയങ്കര നമുക്ക് ഭയങ്കര അഭിമാനത്തോടെ പറയേണ്ട കാര്യമൊന്നുമല്ല. ഇവരുടെ ലാംഗ്വേജ് ഇവർക്ക് മനസ്സിലായിരിക്കണം. ഇവർക്ക് ഇംഗ്ലീഷ് അറിയാന്നുള്ളത് അഭിമാനമുള്ള കാര്യമാണ്. നമ്മളെക്കാട്ടിലും നമുക്കൊന്നും മനസ്സിലാവാത്ത ഡിക്ഷണറി നോക്കിയാൽ മാത്രം മനസ്സിലാവുന്ന രീതിയിലാണ് ഇവരിപ്പോൾ സംസാരിക്കുന്നത്. അതവർ കാണുന്ന വെബ് സീരീസിന്റെയും അല്ലെ കാണുന്ന കാർട്ടൂൺസിന്റെ ആണെങ്കിലും ഒക്കെ ഇൻഫ്ലുവൻസ് ആണ്. അത് നല്ലത്. പക്ഷെ നമ്മുടെ ഇതും കൂടെ നമ്മൾ മനസ്സിലാക്കണം. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ഒരു വിഭാഗം കുട്ടികൾ ഇപ്പോഴും ഇതൊന്നും ആക്സസ് ഇല്ലാത്ത ആൾക്കാരുണ്ട്. അപ്പൊ അവരുമായിട്ടൊക്കെ നമുക്ക് ഭാവിയിൽ ഇന്ററാക്ട് ചെയ്യണമല്ലോ. സോ നമുക്കിത് മലയാളം കൂടെ പഠിച്ചാലേ പറ്റും. അപ്പൊ അതിന് നമ്മൾ വീട്ടിൽ നമ്മൾ ഹെൽപ്പ് ചെയ്യണം. നമ്മളും ഇവർ ഇംഗ്ലീഷിൽ പറയുമ്പോൾ നമ്മൾ തിരിച്ച് ഇവരുടെ ഒരു സൗകര്യത്തിന് നമ്മൾ ഇംഗ്ലീഷിലായിരിക്കും തിരിച്ച് പറയുന്നത്. എന്നാൽ കുറച്ച് നമ്മളും മലയാളം സംസാരിച്ച് തുടങ്ങണം. അവർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം. നമ്മൾ നാട്ടിൻപുറത്തോട്ടൊക്കെ പോകുമ്പോൾ ഉള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കണം. ഇപ്പം നമ്മൾ ഇവരുടെ കൂടെ വണ്ടിയിൽ പോകുമ്പോഴാണെങ്കിലും ഓരോ കാര്യങ്ങളെ പറ്റി നമ്മൾ സംസാരിക്കണം. അതായത് ഇന്ന് ഞാൻ ഇവളെയും കൊണ്ട് സ്കൂളിലോട്ട് പോയ സമയത്ത് ഒരു മാൻഹോളിൽ കൂടെ കയറി ഇറങ്ങിയപ്പോൾ, മാൻഹോളിന്റെ കവറിൽ കൂടെ കയറി ഇറങ്ങിയപ്പോൾ ഒരു സൗണ്ട് ഉണ്ടായി. അപ്പോൾ ചോദിച്ചു എന്താണ് ആ സൗണ്ട്? അപ്പൊ ഞാൻ പറഞ്ഞത് മാൻഹോളാണ്. അപ്പൊ എന്താണ് മാൻഹോൾ? അപ്പൊ നമ്മളിങ്ങനെ പറഞ്ഞു കൊടുക്കണം, ഇങ്ങനെ ഡ്രെയിനേജ് ഉണ്ട്, അതിനകത്ത് എന്തെങ്കിലും ബ്ലോക്ക് വരാണെങ്കിൽ നമുക്ക് ഇറങ്ങാനായിട്ട് ഓരോ സ്ഥലത്തും ഉണ്ട്, കണ്ടോ ഓരോരോ സ്ഥലത്തും ഉണ്ട് എന്ന് പറഞ്ഞ് കാണിച്ച് ഞാൻ കൊണ്ടുപോവാം. അപ്പൊ അതുപോലുള്ള ഓരോ ചെറിയ കാര്യങ്ങൾ, ഇപ്പൊ നമ്മളൊരു യാത്ര പോകുമ്പോൾ നമ്മൾ എവിടെ എത്തിയെന്ന് അറിയണമെങ്കിൽ നമുക്ക് സൈൻ ബോർഡ്സ് അല്ലെങ്കിൽ ഈ കടകളുടെ ബോർഡിന്റെ താഴെ നമുക്ക് ആ പേര് കാണും എന്നുള്ളത് തീരെ പൊടിയായിരിക്കുമ്പോൾ തന്നെ ഇവർക്ക് പറഞ്ഞു കൊടുത്താൽ ഇവർക്ക് അതൊരു പുതിയ അറിവാ. ഇതൊക്കെ എങ്ങനെയാ നമ്മൾ പറഞ്ഞു കൊടുത്തല്ലേ അറിയത്തുള്ളൂ, അല്ലാതെ പിന്നെ ഇവര് സ്കൂളിൽ എന്തായാലും ഇതൊന്നും പഠിപ്പിക്കത്തില്ല. അപ്പൊ നമ്മൾ തന്നെ ഇനിഷ്യേറ്റീവ് എടുക്കണം. ഇവർക്ക് ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഓരോ കാര്യങ്ങൾ പുതിയതായിട്ട് പഠിക്കാനും ഓരോ കാര്യങ്ങളെ പറ്റി മനസ്സിലാക്കാനാണ്. അപ്പൊ വൺസ് ഇവർ മനസ്സിലാക്കി ഇവർക്ക് കാര്യങ്ങൾ അറിയാമെന്നുള്ളൊരു കോൺഫിഡൻസ് എത്തുമ്പോൾ ഇവർക്ക് വേറൊരാളോട് സംസാരിക്കാനും അത് അല്ലെങ്കിൽ ആൾക്കാരുമായിട്ട് ഇന്ററാക്ട് ചെയ്യുമ്പോഴാണെങ്കിലും അവർക്കത് കുറച്ചും കൂടെ ഹെൽപ്ഫുൾ ആവും. ലോക കാര്യങ്ങളെ പറ്റിയിട്ട് അറിയാം. അവർക്ക് എനിക്ക് തോന്നുന്നു നമ്മളെക്കാട്ടിലും കാര്യങ്ങൾ അറിയാം, പക്ഷെ കുറച്ചും കൂടെ ഇന്റർനാഷണൽ ലെവലാണ് ഇവർക്ക് അറിയാവുന്ന കാര്യങ്ങൾ. നമ്മൾ കുറച്ചും കൂടെ താഴ്ത്തി പിടിച്ച് ഫ്രം ദ ഗ്രൗണ്ട് ലെവൽ നമ്മൾ മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളത് നമ്മുടെ ഒരു ഇനിഷ്യേറ്റീവ് പോലെ ഇരിക്കും. ഈ കൊണ്ട് നടന്ന് ചൊല്ലിക്കൊടുക്കുക, തല്ലിക്കൊടുക്കുക, തല്ലരുത് ഇല്ലേ, അതുപോലെ നമ്മൾ ചൊല്ലിക്കൊടുത്ത് വളർത്തേണ്ടിയിരിക്കും.